ഓള് പറയാ അത് ആടുണ്ട് ഇത് ഇവിടെ ഉണ്ട് മറ്റേ ആടുണ്ട് എനിക്കങ്ങണ്ട് അയ്യോടെ എന്നാ പിന്നെ ഇവിടെ എന്റെ ആവശ്യം ഇവിടെ എന്തിനാനും അതിനെ ഡാഡ് ഉന്തിട്ടൊന്നും ഇല്ല കേട്ടോ ഐഷ. അതല്ല ചെമ്മി എന്താ അറിയോ ഓക്ക് മനസ്സിലാക്കി എന്റെ മുഖത്ത് കുറച്ചിട്ട് കാര്യമില്ലാന്ന് പരന്നിട്ടുള്ള മുഖമാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എന്നെ ഷെമി എന്നെ ഒന്ന് ഉഷാറാ ഷെമിയെ. അപ്പൊ കേസ് രാവിലെ തന്നെ ഇതാക്കണ ആരാ മാറ്റി നിക്കണ നോക്ക്. ഹായ് ഗുഡ്. അപ്പൊ കേസ് രാവിലെ തന്നെ ആയുഷ് ഇതാക്കണ ഞാൻ സാധനമൊക്കെ വാങ്ങി ഞാൻ വരികയാണ് കേട്ടോ. അപ്പൊ ആയുഷ് ഇതാക്കണ വർക്കൗട്ട് ചെയ്യാനു അതെന്താ മുഖത്തെന്താ പൗഡർ എന്തിനിട്ട പൗഡർ എന്തിനിട്ടാ? നീ ഇവിടെ ഇങ്ങോട്ടോ പോവാൻ നിക്ക ഞാനാണോ? പൗഡർ കിട്ടി ഇനി പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ നോക്ക്. നോക്ക് അധികം ഉണ്ടെങ്കിൽ ബാക്കി അവിടെ കൊണ്ട് കൊടുക്കണ്ടിയാ. തീർത്താണല്ലേ മൈക്കൊക്കെ ഇടാല്ലേ ചെമിയെ. അതൊക്കെ എടുക്കും. അക്ക നമുക്ക് എടുപ്പിക്കുക. പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അക്ക നമുക്ക് റിട്ടേൺ എടുപ്പിക്കുക. മുപ്പരെ പറയാ ഇത് അധികമാണ് ഇതിവിടെ വേണ്ടാന്നറിയാ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനത്തെ റോബസ്റ്റ്. അതാണ് ഞാൻ അത് വാങ്ങിയത്. പച്ചയുണ്ട് ഇതുണ്ട്. ഇത് മോറീസ്. മറ്റേത് ഇനി പറയുന്ന പച്ച കളറിലുള്ളത് മറ്റേത്. ഇതെന്താ മിറർ. നിങ്ങളൊക്കെ സൗന്ദര്യ വർധന പരിപാടികളില് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. ചെറിയ കണ്ണാടി അപ്പൊ അവിടെ വീട് പൊളിക്കുമ്പോ ഓരോന്ന് തെറിക്കല്ലോ. പൊട്ടി പോണേ നിങ്ങളോട് കൊണ്ടുവച്ച് ഇവിടെ വെച്ചാൽ പറ്റിയ ഒരു സുഖം. അവിടെ നീരൊക്കെ അങ്ങനെ മുറിക്കും. ഇങ്ങനെ നോക്കി നോക്കി രസമുണ്ട്. ഭയങ്കര ഇഷ്ടം. ഡാഡ് ഉന്തിട്ടൊന്നും ഇല്ല കേട്ടോ ഐഷ. ഇല്ലടി ഡാഡ് ഉന്തിയില്ല. ഡാഡ് ഉന്തിയില്ല. വെറുതെ പറയരുത് കേട്ടോ ഡാഡ് ഉന്തിന്നൊന്നും. ഇവിടെ നല്ല രസം വെച്ചേക്കട്ടോ ഐഷു. ഇതെന്താ മുഖത്ത് തേച്ചത്? പൗഡറോ? അത് എന്തിനു തേച്ചതാ? വെളുക്കാൻ വേണ്ടി തേച്ചതാ? ഡാഡൊക്കെ തേച്ചു തരുമോ? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത്? ആവശ്യം നല്ല നിറവെച്ചിക്കെന്ന് പറഞ്ഞോ? എന്താ ചെയ്യലേ? ഇവളെന്ത് ചെയ്യാന്നറിയോ ഗേസ്? ഇവള് രാവിലെ തന്നെ മുട്ടായി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഷെമിന്റെ അടുത്ത് ചോദിക്കുക മുട്ടായി തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷെമി ചോദിച്ചിട്ട് കൊടുക്കും. പക്ഷെങ്കിൽ ഇവള് ഇന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയാൻ എന്താ അറിയോ? ഡാഡാ അമ്മ മുട്ടായി തന്നു എന്നെ കൊണ്ട് തീറ്റിച്ച് നോക്കാം. ഞാൻ പറഞ്ഞിട്ട് മുട്ടായി കഴിക്കരുത്. കാരണം ഈ കഫ് കെട്ടിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇവക്ക് മുട്ടായി കൊടുത്താൽ അന്നപ്പോൾ സന്തോഷത്തിൽ വാങ്ങും. എന്നിട്ട് ഓൾക്ക് കുറ്റവുക ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് അതെന്താ എടുക്കണേ? പിന്നെയും പൗഡർ എടുക്കുക. ഇത് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഭ്രാന്താവട്ടോ എങ്ങനെയാണെങ്കിൽ. എനിക്കോ? ഞാൻ നിന്നെ നിർവഹിപ്പിക്കാന്ന് ചോദിച്ചില്ല. അതിന് വേണ്ടിട്ട് വരിക. അപ്പൊ പൗഡറൊക്കെ ആയിട്ട് ഡാഡൊക്കെ വേണ്ട ആയിഷ ഇട്ടോ. ഡാഡ പൗഡർ ഇട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല പൗഡർ. മമ്മയെ മേക്കപ്പ് ചെയ്യുന്ന മകൾ. അതല്ല ചെമ്മി എന്താ അറിയോ ഓക്ക് മനസ്സിലാക്കി എന്റെ മുഖത്ത് കുറച്ചിട്ട് കാര്യമില്ലാന്ന് പരന്നിട്ടുള്ള മുഖമാണ്. എന്നാ ആക്കിയോടെ അങ്ങനെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ആക്കിയോട്. ഇത് വേറെന്തോന്ന് കവി ഉദ്ദേശിക്കുന്നുണ്ട്. എന്താന്നുള്ളത് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെന്താ ചെമ്മി എന്റെ ഫേസിൽ ഇങ്ങനെ കുത്തുകുത്ത്? കാണിക്ക് നിങ്ങളൊന്ന് നോക്കി. ഇനി ഏട്ടാ വരുന്നേ? ഇനി ഏട്ടാ കുറച്ചുകൂടി ഇങ്ങോട്ട് വാ. എന്നാ ഇരുള്ളിൽ കേറി. അല്ല ഇത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വേണ്ടേ? എന്ത് നീ പെണ്ണൊന്നും വേണ്ട ക്ഷമ. പെണ്ണുങ്ങല്ല എന്ത് ഒന്ന് വിടീന്ന് പറയുമ്പോ ഇഷ്ടല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടാരാ?
എനിക്ക് powder ഇടണ്ട. പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് എന്തിനാ പൗഡർ? ആയിഷക്ക് ഡാഡ ഒരു സാധനം തരട്ടെ, ഒരു സാധനം അടിച്ചു തരട്ടെ ഡാഡ. ഡാഡ ഐഷുക്ക് ഡാഡ ഒരു സാധനം വാങ്ങിക്കുന്നു കേട്ടോ. അതില് അപ്പൊ ഞാൻ കുറച്ച് വെണ്ട വാങ്ങി, പിന്നെ മോറീസ് വാങ്ങിക്കുന്നു, പിന്നെ ഓറഞ്ച് വാങ്ങിക്കുന്നു. പിന്നെ രാവിലെ തന്നെ ക്ഷമ ഇതാക്കുന്ന ഇവിടെ നല്ല ചൂടോടെ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരിയും ഇതെന്താ അത് കോലോ എന്തെങ്കിലും ഒന്നാക്ക്. അപ്പൊ രാവിലെ തന്നെ പഴംപൊരിയും മുളവീറ്റിയും ഗൈസ്. അപ്പൊ ആരാ വരുന്നത്? മീൻകറിയും പത്തിരിയും ഉണ്ടായിരുന്നു. കുറച്ച് പഴംപൊരി ഉണ്ടാക്കി ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് ഓരോന്ന് തിന്നെടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കി വെക്കട്ടെ, എന്നാ പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് ഇരിക്കാലോ. പഴംപൊരി ആണെന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. ഗുഡ് മോർണിംഗ്. ഷെമി പോയാ നമ്മളേക്കും ആയിഷുക്ക് സാധനം ഉണ്ടാക്കി തരട്ടെ. രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും നോക്കി ഞാൻ അങ്ങനെ നിൽക്കുമ്പോ ഞാൻ തന്ന് പാല് വാങ്ങി കൊണ്ടുപോകുന്ന എന്തിനാ സാധനം എടാ ഷെമിയായി നമ്മളെ രാവിലെ കുടിക്കണേ എടാ നമ്മൾ സീക്രട്ട് പറഞ്ഞു കൊടുക്കട്ടെ. Yes guys, this is our sticker. ഏതില്ലേ പാത്രം ഓരോന്ന് കൊണ്ടാ പാത്രം അതാക്കണ, പാല് കാച്ചണ, ഗ്യാസ് അതാക്കണ, ലൈറ്റർ അതാക്കണ. ഇവിടെ ഈ ഡയലോഗ് അടിക്കുന്നതിനെ കൊണ്ട് ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനൊക്കെ ഈ ഗ്യാസ് ഞാൻ മറച്ചു കൊടുത്തു, ഈ പാല് ഞാൻ വാങ്ങി കൊണ്ടുവന്നതാ. പിന്നെന്താ വേറെന്തോന്നും പറഞ്ഞു? അല്ല വേറെന്തോന്നും പറഞ്ഞു. അല്ല ഇവിടെ പറയാ അത് ആടുണ്ട്, ഇത് ഇവിടെ ഉണ്ട്, മറ്റേ ആടുണ്ട്, എനിക്കങ്ങുണ്ട് അയ്യോടെ. എന്നാ പിന്നെ ഇവിടെ എന്റെ ആവശ്യം ഇവിടെ എന്തിനാനും ഞാൻ ബഹിഷ്കരിക്കാൻ പോവുക. ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ മറ്റേ ഇത് കെടുക്കാൻ പോവാ. എന്തേലും നിരാഹാരം. പക്ഷെ ആഹാരം കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, അത് നിരന്തരാഹാരം കഴിക്കാൻ നന്നാക്കിയില്ലല്ലോ. മുബാസെ ഫോൺ നന്നാക്കിട്ട് കൊണ്ടുവരണം കേട്ടോ. ഐശുവിനോട് ഐശു ഫോണിൽ കളിക്കുമ്പോ മുബാസ് കൊണ്ടുവരും. മുബാസെ എന്നിട്ട് എന്നാലും നന്നായി കൊണ്ടുവരാ. ഉച്ചവരെ എന്തായാലും ഇപ്പൊ കൊടുക്കയില്ല. ഇപ്പൊ TV ഉള്ളതും കൊണ്ട് അതില് കാർട്ടൂണും കാര്യമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കൊറേയൊക്കെ അങ്ങനെ കിട്ടും. പിന്നെ കൊറേയൊക്കെ കളിക്കും, അങ്ങനൊക്കെ ആണ്. എന്റെ പേരെ കളിക്കലാണ് കൂടുതലും, നോക്കലെന്നല്ല. കാറ്ററിംഗുകാര് പാത്രം തപ്പണ ആട്ടും കൊണ്ട് തപ്പല കെട്ടിക്കൊണ്ടുവന്നാണ്. വേണ്ടട്ടോ അതെന്താ? അതല്ല കത്രികയുടെ ഷെമി ഇനിയൊന്നും ഉഷാറായി. ഷെമിയെ എന്തിനാ നീ ഒന്ന് ഊണേത് രാത്രി ഷെമിക്കിന്റെ പ്രശ്നം അറിയോ? ഷെമിക്ക് എന്താ പോലത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷെമിക്ക് നല്ല തലവേദന, എന്നാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ രാത്രി എത്ര മണിക്ക് നമ്മള് ഗുളികയൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത്? 12 മണിക്ക്. നല്ല വേദന ആയിട്ട് ഇവള് ഇങ്ങനെ കളിക്കും. അവള് പറയുന്നില്ല, എന്താന്നും കൂടി പറയുന്നില്ല. പറയുമ്പോ അല്ലേ നമുക്ക് മനസ്സിലാവും, പറയാതിരുന്നാ നമ്മൾ എന്തെങ്കിലും മനസ്സിലാവോ? അപ്പൊ ഇങ്ങനെ കളിക്കുക. അപ്പൊ നമുക്ക് തലവേദന സഹിക്കാൻ പറ്റാതെ ഞാൻ നിൽക്കുക. പിന്നെ നമ്മൾ ഗുളികയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ അതിന്റെ ക്ഷീണത്തില് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ആ ക്ഷീണമുണ്ട്. അപ്പൊ അതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഇതുണ്ടായി കൊടുക്കാന്നും കൂടി വിചാരിച്ചു. അതിനാണ് ഞാൻ 2 പാക്കറ്റ് പാല് വാങ്ങി. ഒന്നടാ ഒരു പാക്കറ്റ് 2 പാക്കറ്റ് ഒന്നടാ വെച്ചില്ല. ക്യാരക്ടർ മാറിയ കണ്ട് പെട്ടെന്ന് എന്നെ കൊണ്ട് വയ്യ. മെനിയാന്ന് എന്തോന്നോട് വിചാരിച്ച കാര്യം എന്തോന്നായിപ്പോയില്ല. എന്താ ചെയ്യ? ആയിഷ ഡാഡൊക്കെ ഒരു അപ്പ തരുമോ? ഡാഡിന്റെ ജീവൻ എവിടെ? അടിച്ചാള്. ഓക്കെ, അപ്പൊ ഗൈസ് ഏതായാലും ഞാൻ ക്ഷമിക്കല്ല, ഞങ്ങൾ എല്ലാരും ഉണ്ട് കഴിക്കാം. ഏടാ ഒരു സാധനം വെച്ചെടുത്ത് കാണാം. അതാണ് ഈ വീടിന്റെ ഐശ്വര്യം. ഏതൊരു പടത്തിന്റെ പേരില്ലേ? ആരോ ഒന്നാണ് ഈ വീടിന്റെ ഐശ്വര്യം. കേശു ആണ് ഈ വീടിന്റെ ഐശ്വര്യം. എനിക്ക് ചുരുക്കി പറഞ്ഞ ഒന്നിനും പറ്റുന്നില്ല. അപ്പൊ റിയാലിറ്റി ഒരു പ്രാവശ്യം നല്ല തലവേദന വരുന്നുണ്ട്. അതെല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്.
എനിക്കേ ഉള്ളൂ, ഞാനേ ഉള്ളൂ ഇങ്ങനെ. ഇതോടി. നിങ്ങൾ ഇതൊന്ന് പിടിക്ക് ഷെമിയെ. കണ്ടോ? നീ ഏതായാലും ഇരിക്കല്ലേ, ഇതൊന്ന് പിടിക്ക്. ഞാൻ പിടിക്കൂല, പൊട്ടിച്ചില്ലേ, പൊട്ടിക്കാത്തല്ലേ, അല്ല പൊട്ടിച്ച അതാ പിടിക്കാൻ പറ്റും. അതാണ് തൂക്കൂന്ന് എനിക്കാ പഠിച്ചു. ഇവിടെ എന്താ ആയിഷു ഇങ്ങനെ? ഇതൊരു പാത്രത്തിൽ വെച്ച് പണിയെടുത്ത് പഠിക്കി. ലൈറ്റ് ഇതൊക്കെ എന്തായി കിടക്കുക കിച്ചണൊക്കെ, ഒരു വൃത്തിയില്ലാത്ത കിച്ചൺ. അതിന് സാധനം വാങ്ങിക്കൊണ്ട് വന്ന വീഡിയോ എടുത്തിട്ടല്ലേ. ശരിയാണ്, ഇത് ഒരിക്കലും പ്രിപ്പയർ ആയിട്ട് കൊണ്ടുള്ള വീഡിയോ അല്ല. ഇതൊക്കെ എന്താണ് അതെന്തിനാ അങ്ങനെ ചിത്തിനേശ? അതെന്ത് ശരി അവിടെ പക്ഷെ മൈക്കില്ലാത്ത പ്രശ്നം ഉണ്ടാവുമോ? മൈക്ക് കിട്ടിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. ആശുവിന്റെ രൂപം കണ്ടി ഞാൻ ബ്ലോഗം എടുത്ത് വിട്ടതാ. അങ്ങനെ പോട്ടെ. ഇനിയിപ്പോ ഏതായാലും മൈക്ക് വെച്ചിങ്ങനെ. അപ്പൊ സംസാരത്തിന്റെ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിസ്കരിക്കിനെ കാണിച്ചു കൊടുക്കുക ആയിഷു. അപ്പൊ ഏതായാലും നമ്മളെ പാല് ഇതാക്കണം. ഇതൊന്ന് പിടിക്ക്. ഇതുമായിട്ട് ഞാൻ എന്തായാലും വെക്കാതിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ ആ ഫ്രിഡ്ജിൽ വെച്ചിക്കണേ കേട്ടോ. കാണിച്ചു തരണോ? കാണിച്ചു തരണോ? ഇവിടെ പിന്നെ എന്തിനാ ഇവിടെ ഡോർ അടിച്ചിക്കണോ? സ്പൂൺ എടുത്തില്ല, ഇത് ഇതിലൊന്നും അടിക്കണ്ടേ? സ്പൂണ് നോക്കിയാല് സ്പൂണ് നോക്കിയാൽ കറണ്ട് കിട്ടും. കറണ്ട് നോക്കിയാൽ അപ്പൊ സ്പൂൺ ആയിഷ ഖദീജ അല്ല ആയിഷ. സ്പൂണൊക്കെ പിടിക്കും. ഒക്കെ റെഡിയാ റെഡിയാ. മത്തനോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ പറയാത്ത സാധനം. നീ പേര് വെക്കാന്നാ പറഞ്ഞ, ഞാനത്. അപ്പൊ സമതാക്കണ രാവിലെ തന്നെ കുറച്ച് ABC പൗഡർ എടുത്ത് കഴിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. ഇതൊരു 1/2 സ്പൂണ് മതി സംഭവം. അത്രയും ക്വാളിറ്റിയുള്ള സാധന. ആ എങ്ങനെയാ? അതെ, നല്ല ക്വാളിറ്റിയുള്ള സാധന. പിന്നെ മധുരം ആണ്ടിയവർക്ക് ആഡ് ചെയ്താൽ മതി. പക്ഷെ മധുരം ആഡ് ചെയ്യാണ്ട് കഴിക്കുന്നതാണ് നല്ലത്. സ്ക്രീനിൽ ഞാൻ ABC പൗഡറിന്റെ നമ്പർ കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളവര് വാങ്ങിക്കോളാണ്ട്. നല്ല സാധനമാണ്. ഞാൻ ഉപയോഗിച്ച് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നിങ്ങളടുത്ത് ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്. അത് ഇന്നലെ ഈ പിന്നെ ഇവരെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇനാഗ്രേഷന് സമയത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഓല് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഒരു ഫസ്റ്റ് ഇതിന്റെ ഓണർ ഫസ്റ്റ് എന്റെ അടുത്ത് വന്ന് ഈ ഒരു സംഭവം നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്തിരുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ അത് നടക്കൂല, ഇല്ല, ഓക്കെ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞ അങ്ങനെ ഇട്ടേക്കും. പക്ഷെ ഇതിന്റെ അടുത്ത് ഒരു 3-4 പ്രാവശ്യം വന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതാണ്. അങ്ങനെ ഞാൻ ഉപയോഗിച്ച് പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ പോയി നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഷെമിനെ വിളിച്ചു. അങ്ങനെ ഞാൻ പറയാം നമ്മൾ അടുത്തുള്ളതാണ് അങ്ങനെ വിചാരിച്ച് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒന്ന് പറ്റുമോന്ന് ചോദിച്ചു. അതുപോലാണെങ്കിലും അങ്ങനെയല്ല. അപ്പൊ പറ്റൂല എന്നുള്ള നിലക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കൊന്നുമില്ല, അപ്പൊ കണ്ട് എന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിശ്വാസം വന്നാൽ നിങ്ങളൊന്നിക്ക് പ്രൊമോട്ട് ചെയ്ത് തരണം എന്ന്. അങ്ങനെ അവിടെ വന്ന് ഉപയോഗിച്ച് വിശ്വാസം വന്നാൽ എന്റെ കൂടെ നിന്ന് ഇന്ന് ഈ കാണുന്ന നിലയിൽ എനിക്ക് മാർക്കറ്റിംഗ് എത്തിക്കാൻ പറ്റിയത് ഷെഫിയാണ്. അതിലൊരുപാട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കൂടെ എന്നും നിന്നവരാണ്. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് മാർക്കറ്റിംഗ് ഉണ്ടായത്. മറ്റു ചെറിയ ചെറിയ കച്ചവടങ്ങളിൽ അല്ലാത്ത വേറെ ഞാൻ കടകളിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിലൂടെയാണ് ലോകം മുഴുവനും അടുന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ തന്നെ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ
കൂടെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് തുടങ്ങിയത്. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളതാണ്, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ നിങ്ങൾക്ക് നമ്പർ കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കോളി. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി പൗഡർ എന്തൊക്കെ കണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ബിരിയാണി മസാല, പിന്നെ പൗഡർ ഒക്കെ അല്ലേ, പിന്നെ മറ്റേ ശംഖുപുഷ്പം, മുളിവണ്ട, പുളിവണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. പൊട്ടാറ്റോന്റെ പൗഡർ, ബീട്രൂട്ടിന്റെ പൗഡർ, അതെ, പിന്നെ സൗന്ദര്യമൊക്കെ വർദ്ധിക്കാൻ 3 ഗ്ലാസ്സാണ്. ആടെ ഭാഗത്തിന് എനിക്ക് വേണ്ട പാല് പോണം. എന്നും ഓനും ഉണ്ടാവില്ലല്ലോ, അല്ല എനിക്ക് പാലറ്റൂല. അല്ല എന്നും ഓനെ ബാസിന് പാലെത്തൂല. കഫം അതല്ലത് പേടിയില്ലാണ്ടായി പോയാലോ ചെമ്മി. അതായത് ഉണ്ടാക്കിയ ആളെ ഇനി ഉണ്ടാക്കുന്ന ഇനി ഉണ്ടാക്കി എന്നാലേ ചെമ്മി ഇഞ്ഞി കുടിച്ചോ. വേണ്ട, എനിക്ക് കുറച്ച് മതി. എന്ത് കുടിച്ചോ, നീ ഹെൽത്തി ആട്ടെ. അതാണ് അവിടെ ആവശ്യത്തിന് കുറച്ചൊന്ന് ചൂട് നനച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇത് ക്ഷമയാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക ചെയ്യാ. ഞാനാവുമ്പാണ് ഇങ്ങനെയൊക്കെ ഒരച്ഛണ്ട് റോധനോ. പിന്നെ ഇതില് ഒരു തരിതരി ഉണ്ട്, അത് ആപ്പിളിന്റെയും ബീട്രൂട്ടിന്റെയും ക്യാരറ്റിന്റെയും ഒക്കെ തരിതരി. അത് പറ്റാത്ത ആൾക്കാർ അരച്ചു കുടിച്ചാൽ മതി. പറ്റാതെ ആർക്കും ഉണ്ടാവില്ല, പക്ഷെ കുടിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ വേറൊരു സംഭവം, നമുക്ക് നെല്ലൊക്കെ മാത്രം ആഡ് ചെയ്ത് മക്കൾക്ക് കൊടുക്കണ ഒരു പിന്നെ കാരക്കല്ലേ, അതൊന്ന് അടിച്ചാല് ഇതിന്റെ മധുരം ഉള്ളതും ഉണ്ട്. ഇതിന്റെ മധുരം ഏണ്ടേ സൂപ്പർ സൂപ്പർ പുള്ളി അപ്പൊ കുടിച്ചോ ക്ഷമേ. ഞാൻ ബാക്കി ഞാൻ കുടിച്ചത് അത്രേ ഉള്ളൂ, നമുക്കൊന്നും ഉണ്ടാക്കാം. സോറി ഗൈസ്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സ്വാഭാവികം. സ്വാഭാവികം. ഞാൻ പാലിങ്ങനെ പറഞ്ഞപ്പോ കൂടുതൽ ഉണ്ടോന്ന് തോന്നിപ്പോയി. അത് സംഭവിച്ചു. വീഡിയോന്റെ കോൺസെൻട്രേഷൻ അല്ല, ഞാൻ വരുമ്പോ കേൾക്കണം എന്താ പറയുക, 2 പാക്കറ്റ് പാല് ഞാൻ വാങ്ങിക്കല് ഇതിനായിട്ട്. എന്നിട്ട് അതിലും അത് ഇന്നലെ ഓക്ക് തലവേദന വന്നേ. അപ്പൊ ഞാന് ഇപ്പൊ ഓക്ക് ഒരു അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. സംശയം നോക്കി തലവേദന ആർക്കും സംശയമല്ല, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 2 പേക്ക് പൊട്ടിച്ചത് ആ അത് സത്യമാണ്. പക്ഷെ പാല് പാരം എനിക്ക് തോന്നിയാ ഇത് കൂടുതൽ പോയി. ഇനി പറയണോ, 2 പേർക്ക് പാല് ചെപ്പി വാങ്ങിക്കണേ, 2 പേർക്ക് ചെപ്പി പാല് വാങ്ങിക്കണേ ആശു. അപ്പൊ ഏതായാലും ഗൈസ് ഇൻഷാ അല്ലാഹ് ബൈ ബൈ. ബൈ ബൈ ടാറ്റാ. സൂപ്പർ. ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. പിന്നെ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ്ങും ഒക്കെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂടി കിട്ടും അല്ലേ, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വേണമെങ്കിൽ ഉപയോഗിച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒന്നുകൂടി മനസ്സിലായി കിട്ടും. ഓക്കെ, അപ്പൊ ഏതായാലും നാളെ കാണാം. ബൈ ബൈ ടാറ്റാ. തീർന്നിട്ടോ, ഒരു ബോട്ടിൽ തീർന്നു. ഇൻഷാല്ലാ സത്യം പറയാലോ, കാലുവേദനയ്ക്ക് വരെ മാറ്റം. ബാക്കിയൊക്കെ പോട്ടെ, ഒരു കഠിനമായ ഒരു കാലുവേദന ഉണ്ടല്ലേ, ഇതിന് വരെ മാറ്റമുണ്ട് ഇപ്പൊ. മോള് കഴിക്കലുണ്ട്. മോക്ക് ഇല്ലേ രാവിലെ സ്കൂൾ പോകുമ്പോ തലവേദന ഒക്കെ ആയിരുന്നു, വൈകുന്നേരം വരുമ്പോ ഒക്കെ. അപ്പൊ അത് കുടിച്ച് തുടങ്ങിയതിന് ശേഷം ക്ഷീണവും ഇല്ല, തലവേദനയൊന്നുമില്ല, മാറ്റമുണ്ട്. പിന്നെ സ്കിന്നൊക്കെ അങ്ങനെ ഗ്ലോ ആയി വരുന്ന പോലെയൊക്കെ ഉണ്ട്.